ഇതുപോലെ മനസ്സിൽ തട്ടുന്ന ഒരു പ്രണയകഥ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾ ഈ കഥ മറക്കില്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ചനേസർ എന്നു പേരുള്ള ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വളരെ സുന്ദരനായിരുന്നു. ലോകത്ത് ഒരു രാജാവിനും ചനേസറിൻ്റെ അത്ര സൗന്ദര്യം ഇല്ലായിരുന്നു. അതിനാൽ തന്നെ പല രാജ്യങ്ങളിലുമുള്ള രാജകുമാരിമാർ ചനേസറിനെ ഭർത്താവായി കിട്ടാൻ വളരെയേറെ ആഗ്രഹിച്ചു. പല രാജ്യങ്ങളിലെയും രാജാക്കന്മാർ തങ്ങളുടെ മകൾക്ക് വേണ്ടി വിവാഹാലോചനയുമായി ചനേസറിൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ട്. എന്നാൽ ചനേസറിന് ഫോട്ടോയിൽ കണ്ട രാജകുമാരികളോട് അങ്ങനെ ആകർഷണം തോന്നിയതേയില്ല. അക്കാലത്തുള്ള രാജാക്കന്മാർക്ക് എത്ര ഭാര്യമാർ വേണമെങ്കിലും ആകാമായിരുന്നു. എല്ലാ രാജാക്കന്മാർക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു ചനേസർ രാജാവ്. അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. തൻ്റെ രാജ്യത്ത് ഒരേ ഒരു രാജ്ഞി മതിയെന്നും തനിക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്കിഷ്ടമാകുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നും മരണം വരെ അവൾ മാത്രമാണ് തൻ്റെ രാജ്ഞി എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ വരുന്ന ആലോചനകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അതിനാൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി വരുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കാൻ തീരുമാനിച്ചു. ചനേസർ രാജാവിന് കലകളോട് വല്ലാത്ത ആവേശമായിരുന്നു. ഡാൻസും പാട്ടുമൊക്കെ ആസ്വദിക്കാൻ അദ്ദേഹം എത്ര തിരക്കിനിടയിലും സമയം കണ്ടെത്തിയിരുന്നു. ചനേസർ രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹവും രാജാവും സമപ്രായക്കാരായിരുന്നു. അക്ബർ എന്നായിരുന്നു മന്ത്രിയുടെ പേര്. അക്ബറും ചനേസറിനെ പോലെ വളരെ സുന്ദരനായിരുന്നു. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അക്ബർ എന്ന മന്ത്രിയുടെ ഗ്രാമത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ചു. തൻ്റെ നാട്ടിലെ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ചോദിക്കാനും രാജാവിനെ ക്ഷണിക്കാനുമായി അക്ബർ ചനേസർ രാജാവിൻ്റെ അടുത്ത് വന്നു. രാജാവ് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും മന്ത്രിയോടൊപ്പം ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം രണ്ടുപേരും മന്ത്രിയുടെ ഗ്രാമത്തിലെത്തി. കലാപരിപാടികൾ ആരംഭിച്ചു. ഡാൻസ് തുടങ്ങി. രാജാവ് പരിസരം മറന്ന് ഡാൻസ് ആസ്വദിക്കാൻ തുടങ്ങി. നല്ല സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു ഡാൻസ് ചെയ്തിരുന്നത്. എല്ലാവരും മൂടുപടം ധരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ നല്ല വെളുത്ത് മെലിഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഡാൻസ് രാജാവിന് കൂടുതൽ ആകർഷണം തോന്നി. കാരണം മറ്റുള്ള പെൺകുട്ടികളെക്കാൾ കൂടുതൽ മനോഹരമായിട്ടാണ് അവൾ നൃത്തം ചെയ്തിരുന്നത്. ഡാൻസ് അവസാനിപ്പിച്ച് പെൺകുട്ടികൾ സ്റ്റേജിന് പുറകിലേക്ക് പോകാൻ നോക്കുമ്പോൾ ചനേസർ രാജാവ് പരിസരം മറന്ന് ഓടി വന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു. അവൾ മൂടുപടം ധരിച്ചിരുന്നു. രാജാവ് അവളോട് പറഞ്ഞു, കുട്ടി, നിന്റെ നൃത്തം എനിക്ക് വളരെയധികം ഇഷ്ടമായി. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ മൂടുപടം ഒന്ന് മാറ്റാവോ? നിന്റെ മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ. രാജാവിൻ്റെ അപേക്ഷ അനുസരിച്ച് അവൾ മൂടുപടം മാറ്റി. അവൾ അതിസുന്ദരിയായിരുന്നു. അങ്ങനെ രാജാവിന് ആദ്യമായി ഒരു പെണ്ണിനോട് പ്രണയം തോന്നി. അതിനുശേഷം രാജാവ് മന്ത്രിയോടൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ രാജാവ് മന്ത്രിയോട് ചോദിച്ചു,